ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലുള്ള കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്കിവിടുത്തെ ഡിജിറ്റൽ മെറ്റീരിയൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാം. എന്താണ് ഈ ഒരു കോംപ്ലിമെൻ്ററി പോയിൻ്റ്? ഇത് നമ്മുടെ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. അതങ്ങ് ക്ലോസ് ചെയ്യാം. നമ്മൾ ഇവിടെ DSAT ടെസ്റ്റിന് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1000 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ക്യാഷിന് പകരമായിട്ട് നമുക്കിവിടുന്ന് എന്ത് ഡിജിറ്റൽ മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെവിടെയാണ് ആ 1000 പോയിൻ്റ് കാണിക്കുന്നത്? നമ്മളെ ഡാഷ്ബോർഡ് ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 1000 പോയിൻ്റ് അവിടെ കാണിക്കും. അവിടെ നമ്മൾ എത്ര പോയിൻ്റ് യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു 260 പോയിൻ്റ്. ബാലൻസ് എത്ര ഉണ്ടെന്നാണ് 740 കാണിക്കുന്നത്. അപ്പോൾ ഒന്നും വാങ്ങാത്ത ആളുകൾക്ക് അവിടെ 1000 കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് നോക്കാം. നമുക്ക് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് വർക്കൊക്കെ ചെയ്യുന്നത് അല്ലേ? മൈ ടാസ്ക് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ താഴെ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സ്റ്റോർ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ അത്യാവശ്യം ജോലി നോക്കുന്ന ആളുകൾക്ക് വരെയുള്ള എല്ലാത്തരം ഡിജിറ്റൽ മെറ്റീരിയലും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത്, നമ്മളൊരു IIT JEE ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. നീറ്റിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. നമുക്ക് examvix.com ഒരുപാട് മോക്ക് ടെസ്റ്റുകളെ അറ്റൻഡ് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. നമുക്ക് CBSE ക്ലാസ്സിൻ്റെ ചാപ്റ്റർ നോട്ട്സ് ഉണ്ട്, ആനിമേഷൻ വീഡിയോസ് ഉണ്ട്. നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അത് പഠിക്കാൻ എന്താണോ അവർക്ക് ഉപയോഗപ്രദമായത്, നമുക്ക് അത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് മുഴുവനായിട്ട് നോക്കാം. ഇവിടെ നമ്മുടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ലേണിംഗ് അഡ്വഞ്ചർ ഉണ്ട്, കിഡ്സിൻ്റെ ആക്ടിവിറ്റി ബണ്ടിലുണ്ട്. പിന്നെ നമുക്ക് മിസലീനിയസ് പ്രൊഡക്റ്റിൽ ക്യാൻവ പ്രോ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് തരം കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ബുക്സ് എന്ന് കാണുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത് അത് പുറത്ത് ഉപയോഗിക്കുന്ന ഒരാളേക്കാൾ ടാസ്ക് മന്ത്രയിൽ വന്ന ഒരാൾക്ക് അത്രയും വിലക്കുറവിലാണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇതൊന്ന് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് പേജസ് അതിൽ അവൈലബിൾ ആണ്. ഇവിടെ കണ്ടോ, 1000 to 3000 പേജസ് ആണ് ഈ JEEയുടെ നോട്ട്സും MCQ ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളത്. അപ്പം ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ടെസ്റ്റിന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യുന്ന ഈ 1000 രൂപയാണ് നമ്മളിവിടെ പോയിൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്ത് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ ലൈഫ് ടൈം മുഴുവൻ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടും. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്കിത് വേണ്ട, നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ്, ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാനും വേണ്ടി പറ്റും, എത്രയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ അടുത്തുള്ളത് 1000 പോയിൻ്റ് ആണ്. അതിന് തക്കതായ സാധനങ്ങൾ വേണം നമ്മൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇത് നമ്മളെ ഫോണിലേക്കോ നമുക്ക് ലാപ്പിലേക്കോ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ ആക്ടിവിറ്റി ബണ്ടിലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ വ്യൂ ചെയ്ത് നോക്കാം. IIT JEEയുടെ ഒക്കെ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്. അതൊക്കെ 500 രൂപയാണ് പ്രൈസ്. അതിലൊക്കെ അത്രയും ഓഫർ തന്നിട്ടാണ് 500 രൂപ. പുറത്തുനിന്ന് ഒരാളാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം നമുക്കത് വ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിന് അത്യാവശ്യം സ്പേസ് വേണം അത് ഡൗൺലോഡായിട്ട് കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിനെ ഡൗൺലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ CBSE ക്ലാസ്സുകളുടെ നോട്ട്സ് ഉണ്ട്. അങ്ങനെ എന്താണോ നമുക്ക് ആവശ്യം അത് നമുക്ക് വാങ്ങിയെടുക്കാം. ഓക്കെ,
അപ്പം നമുക്കിപ്പം എനിക്ക് ചെറിയ കുട്ടിയാണ്. നമുക്കിവിടെ കിഡ്സിൻ്റെ ആക്ടിവിറ്റി ബണ്ടിലുണ്ട്. അതൊന്ന് നോക്കാം. നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് ഏതാണോ വേണ്ടുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് എത്ര എമൗണ്ട് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കണ്ടോ? ആൽഫബറ്റ്, ആനിമൽസിൻ്റെ ലെറ്റർ ട്രേസിംഗ് ഉണ്ട്, മിസ്സിയൻ ലെറ്റർ അടിക്കുന്നതുണ്ട്, നമുക്ക് സ്മോൾ ലെറ്റർ ടു അങ്ങനെയുണ്ട്, പിന്നെ അറബിക് ലെറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ അൽഫബറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ബൈ നൗ എന്നുണ്ടാകും. ആ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന ഐറ്റം ഏതാണെന്നും അതിൻ്റെ ലിസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണ്ട മാറ്റിയെടുക്കണം എന്നാണെങ്കിൽ നമുക്കതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇവിടെ കണ്ടിന്യൂ ഷോപ്പിംഗ് ഉണ്ട്, പ്ലേസ് ഓർഡർ ഉണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുണ്ട് കേട്ടോ. ഇവിടെ പ്ലേസ് ഓർഡർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഷോപ്പിംഗ് പോയിന്റ് ഉപയോഗിച്ചിട്ട് വാങ്ങാം, സർപ്രൈസ് പോയിന്റ് ഉപയോഗിച്ചിട്ട് വാങ്ങാം, കോംപ്ലിമെൻ്ററി പോയിന്റ് ഉപയോഗിച്ചിട്ട് വാങ്ങാം. അപ്പോൾ എനിക്കിപ്പോൾ 740 കോംപ്ലിമെൻ്ററി പോയിന്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോംപ്ലിമെൻ്ററി പോയിന്റ് ആണെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തോളും, നമുക്ക് ഇവിടെ കണ്ടിന്യൂ എന്നുണ്ട്. അത് നമ്മളിവിടെ ഏത് പോയിന്റ് ഉപയോഗിച്ചിട്ടാണോ വാങ്ങുന്നത് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടിന്യൂ, നമ്മളിപ്പം കോംപ്ലിമെൻ്ററി പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ മൈ ഓർഡേഴ്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്താണോ ഓർഡർ ചെയ്തിരിക്കുന്നത് അത് ഇതിലേക്ക് വരും. നമ്മൾ ഏത് ഡേറ്റിനാണെന്ന് കാണും, അതിൻ്റെ എമൗണ്ട് കാണും, നമ്മുടെ ട്രാൻസാക്ഷൻ ID കാണും, നമ്മൾ ഏത് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തതെന്ന് കാണും. ഇവിടെ നമുക്ക് ഈ ഗോ എന്നുള്ളത് കൊടുക്കാം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതൊക്കെ അഡ്വർടൈസ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിതാ ഇനി ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഡൗൺലോഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മളിതിനെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് PDF ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഓക്കെ, നമ്മളിവിടെ ഡൗൺലോഡ് എന്ന് കൊടുത്തു. നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡിംഗ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇൻവോയ്സും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്കതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇനി നമ്മുടെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിന് വലിയ സ്റ്റഡി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിന് അത്യാവശ്യം കപ്പാസിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് ലാപ്പിലേക്ക് അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 20 രൂപയുടെ സംഭവമാണ്. നമ്മുടെ കുട്ടികൾക്കുള്ളൊരു ആക്ടിവിറ്റി ബണ്ടിൽ ഞാനൊന്ന് വാങ്ങിയതായിരുന്നു. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് പ്രൊഡക്റ്റ് എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID ചോദിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ID ചോദിക്കുമ്പോൾ നമ്മുടെ ഇമെയിൽ ID ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. നമ്മുടെ PDF നമുക്കതിനെ കാണാം. കണ്ടോ, ഇതൊക്കെയാണ് അതിലുണ്ടായിരുന്ന പേജസ്. ഇതിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കളർ ചെയ്യാനോ അല്ലെങ്കിൽ മിസ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനോ ഒക്കെ ഉള്ളതാണെങ്കിൽ കണ്ടോ 20 രൂപയ്ക്ക് ഇത്രയും അധികം സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര എമൗണ്ട് ആണോ നമ്മൾ പേ ചെയ്യുക അല്ലെങ്കിൽ പോയിന്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി മൂല്യമുള്ള സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. 100 പേജസ് ഉണ്ട് കേട്ടോ 200 രൂപക്ക് നമ്മൾ വാങ്ങിയതിൽ, ഡൗൺലോഡ് ചെയ്തതിൽ. ഇതിലിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമുക്കിത് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെങ്കിൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ള പേജസ്, ഇത്രയും അധികം പേജസ് നമുക്ക് വേണമെന്നില്ല, അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വരാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ കളർ കൊടുക്കേണ്ടതുണ്ട്. ഉണ്ടോ, താഴോട്ടേക്ക് 20 രൂപയുടെ സംഭവമാണിത്. 200 രൂപയുടെ അവിടെ ഡൗൺലോഡ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്രയും അധികം സംഭവങ്ങൾ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ തരം സംഭവങ്ങളും നമ്മൾ ഈ ഒരു ഡിജിറ്റൽ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മളെ കോംപ്ലിമെൻ്ററി പോയിന്റ് ഉപയോഗിച്ചിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം.
അതിൽ നമുക്ക് ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ വ്യൂ ക്ലിക്ക് ചെയ്യാം. അവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടുന്നത്, കോംപ്ലിമെൻ്ററി പോയിൻ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക താഴേൽ. അതിന് ശേഷം മൈ ഓർഡറിൽ വന്നിട്ട് ഡൗൺലോഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നമ്മളെ ഇമെയിൽ ID ചോദിക്കും. നമുക്കിതുപോലെ PDF ആയിട്ട് അതിനെ കിട്ടും. ഓക്കെ, ഇനി ഇതിങ്ങനെ കാണിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാം. അതല്ല ഇതിപ്പം കളേഴ്സൊക്കെ അടിക്കാനുള്ളതാണെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾക്ക് ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കാം, എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താലാണ് ഞാൻ ഇതുപോലെ ടാസ്ക് മന്ത്ര റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസ് ഇടുന്ന സമയത്തും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.